വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വീട്ടിലിരുന്നു കൊണ്ട് എങ്ങനെ നമുക്ക് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. അത് കഴിഞ്ഞ് സെർച്ച് ബാറിൽ പാസ്പോർട്ട് സേവ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിൽ www.passportindia.gov.in എന്ന് പറഞ്ഞ ആദ്യത്തെ ലിങ്ക് ഓപ്പൺ ചെയ്യുക. ആദ്യം തന്നെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഒരു അലേർട്ട് ഓൺ ഫേക്ക് വെബ്സൈറ്റ്സ് എന്നൊരു വിൻഡോ ആണ് ഓപ്പൺ ആയി വരുന്നത്. നിങ്ങൾക്ക് വായിച്ചു നോക്കാം, നിങ്ങൾക്ക് ഇതിലുള്ള എല്ലാ കാര്യങ്ങളും വായിച്ചു നോക്കാം. ഇനി നിങ്ങൾ ആദ്യമായിട്ട് പാസ്പോർട്ട് എടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ന്യൂ യൂസർ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇത് ന്യൂ യൂസർ രജിസ്ട്രേഷൻ്റെ ഇൻ്റർഫേസ് ആണ്. ഇവിടെ പേഴ്സണൽ ഇൻഫോർമേഷൻസ് ഹൈഡ് ചെയ്യാനുള്ളത് കൊണ്ടാണ് എല്ലാ കോളവും ഹൈഡായി കിടക്കുന്നത്. സോ ആദ്യം തന്നെ രജിസ്ട്രേഷൻ ടു അപ്ലൈ അറ്റ്, നിങ്ങൾ ആദ്യമായിട്ട് പാസ്പോർട്ട് എടുക്കുകയാണെങ്കിൽ പാസ്പോർട്ട് ഓഫീസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്തതായി പാസ്പോർട്ട് ഓഫീസ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നിങ്ങൾക്ക് അടുത്തുള്ള പാസ്പോർട്ട് ഓഫീസ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ അടുത്ത് കൊച്ചിനാണുള്ളത്, സോ കൊച്ചിൻ ടൈപ്പ് ചെയ്തു. അടുത്തതായിട്ട് നിങ്ങളുടെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ഗിവൺ നെയിം, സർനെയിം രണ്ടും രണ്ടായിട്ടാണ് കിടക്കുന്നത്. ഇപ്പോൾ ചിലരുടെ പേരിൽ അമൽ രാജേഷ്, രണ്ട് പേര് മാത്രമുള്ള രണ്ട് സെറ്റ് ഓഫ് പേരുകൾ മാത്രമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തേല് നിങ്ങളുടെ അമൽ എന്ന പേരും രണ്ടാമത്തേല് രാജേഷ് എന്ന പേരും കൊടുക്കാം. ഇനിയല്ല, നിങ്ങളുടെ പേരിൽ 3 സെറ്റ് ഓഫ് പേരുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് നെയിമും മിഡിൽ നെയിമും ആദ്യത്തെ ഗിവൺ നെയിം എന്ന ബോക്സിൽ കൊടുക്കുക. സർനെയിം വരുന്ന മൂന്നാമത്തെ പേര്, തേർഡ് നെയിം വരുന്നത് ഇവിടെ കൊടുക്കുക, സർനെയിമിൻ്റെ കോളത്തിൽ കൊടുക്കുക. ഇപ്പോൾ ഞാനപ്പോൾ ഇവിടെ പേര് ടൈപ്പ് ചെയ്യാം. ഫസ്റ്റ് നെയിം കൊടുത്തു, ആകെ 2 നെയിം മാത്രമേ ഉള്ളൂ, മിഡിൽ നെയിം ഇല്ല, സോ അതിവിടെ കൊടുത്തു. പിന്നെ മൂന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്ത് കൊടുത്തു. ഇനി നിങ്ങളോട് ചോദിച്ചേക്കുന്ന ഇമെയിൽ ഐ ഡി ആണ്. നിങ്ങളുടെ ഇമെയിൽ ഐ ഡി നിങ്ങൾക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇമെയിൽ ഐ ഡി കൊടുത്തതിന് ശേഷം അടുത്തതായിട്ട് ചോദിച്ചേക്കുന്നത് ഡു യു വാണ്ട് യുവർ ലോഗിൻ ഐ ഡി ടു ബി സെയിം ആസ് ഇമെയിൽ ഐ ഡി. ഈ ഇമെയിൽ ഐ ഡി തന്നെ നിങ്ങളുടെ ഇതിലേക്ക് ലോഗിൻ ഐ ഡി ആയിട്ട് കൊടുക്കണമെങ്കിൽ എസ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എസ് ആണ് കൊടുത്തേക്കുന്നത്. എസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ലോഗിൻ ഐ ഡി തന്നെ ഇമെയിൽ ഐ ഡി ആയിട്ട് വരുന്നതാണ്. അത് കഴിഞ്ഞ് ചെക്ക് അവൈലബിലിറ്റിയിൽ ക്ലിക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഇമെയിൽ ഐ ഡിക്ക്, ലോഗിൻ ഐ ഡിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാവും. ഇനി ആ ലോഗിൻ ഐ ഡിക്ക് ഒരു പാസ്വേഡ് പാസ്വേഡ് കൊടുക്കണം. ഓൾറെഡി ഞങ്ങളിവിടെ പാസ്വേഡ് കൊടുത്തിട്ടുണ്ട്. പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അടുത്തതായി കൺഫേം പാസ്വേഡിൽ ഒന്നും കൂടെ ആ സെയിം പാസ്വേഡ് കൊടുക്കുക. ഒന്നും കൂടെ ആ സെയിം പാസ്വേഡ് കൺഫേം ചെയ്യാനായി കൊടുക്കുക. ഇനി ഇൻ കേസ് നിങ്ങൾ നിങ്ങളുടെ പാസ്വേഡ് മറന്നുപോയാൽ നമുക്കിവിടെ ഒരു ഹിൻഡ് ക്വസ്റ്റ്യൻ കൊടുക്കാൻ പറ്റും. ഹിൻഡ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ ബർത്ത് സിറ്റി, നിങ്ങളുടെ ഫേവറേറ്റ് കളർ, നിങ്ങളുടെ ഫേവറേറ്റ് ക്രിക്കറ്റർ, എനിത്തിങ്. ഞാൻ ഇവിടെ ഫേവറേറ്റ് ബർത്ത് സിറ്റിയാണ് കൊടുക്കുന്നത്. ഇവിടെ ആളുടെ ബർത്ത് സിറ്റി എൻ്റർ ചെയ്യുകയാണ്. എൻ്റർ ചെയ്തു. അപ്പോൾ ഇൻ കേസ് നിങ്ങൾ പാസ്വേഡ് മറന്നുപോയാൽ ഇത് നിങ്ങൾക്ക് സെക്കൻഡറി ആയിട്ട് ലോഗിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അതിനുശേഷം ക്യാപ്ച എൻ്റർ ചെയ്യുക. ശേഷം രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് ഇമെയിലിൽ പോയി നിങ്ങളുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്തതിന് ശേഷം വീണ്ടും ഹോമിൽ ക്ലിക്ക് ചെയ്യുക. ഹോം പേജിൽ വരിക. ഇനി നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് എക്സിസ്റ്റിംഗ് യൂസർ ലോഗിനിലാണ്. എക്സിസ്റ്റിംഗ് യൂസർ ലോഗിനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലോഗിൻ ഐ ഡി കൊടുത്ത് നിങ്ങൾക്ക് പാസ്വേഡും ടൈപ്പ് ചെയ്ത് ക്യാപ്ചയും ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് ലോഗിൻ ചെയ്യാൻ പറ്റി. ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ പ്രൊഫൈലാണ് ഇത്. നിങ്ങൾ ലോഗിൻ ചെയ്തു. ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ആദ്യമായിട്ടൊരു പാസ്പോർട്ട് എടുക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് അപ്ലൈ ഫോർ ഫ്രഷ് പാസ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. ഫ്രഷ് പാസ്പോർട്ട് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ക്ലിക്ക് ഹിയർ ടു ഫിൽ ആപ്ലിക്കേഷൻ ഫോം എന്ന് കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ആദ്യം ചോദിച്ചേക്കുന്നത് നിങ്ങളുടെ സ്റ്റേറ്റ് ആണ്. സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് ചോദിച്ചിട്ടുണ്ട്, എറണാകുളം സിറ്റി. അത് കഴിഞ്ഞ് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട് അപ്ലൈയിങ് ഫോർ ഫ്രഷ് പാസ്പോർട്ടാണ്. ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻ നോർമലാണ്.
ബുക്ക്ലെറ്റ് ടൈപ്പ് 36 പേജ്. ഓക്കെ, ഇപ്പോൾ ആപ്ലിക്കൻ ഡീറ്റെയിൽസ് അടിക്കാനുള്ള സെക്കൻഡ് പേജ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഈ പേജിൽ നിങ്ങൾക്കെല്ലാം കാണാം, നിങ്ങൾക്ക് ബോക്സ് എല്ലാം കാണാം. ഇവിടെ ഇപ്പോൾ പ്രൈവസി ചെയ്യാനുള്ളതുകൊണ്ട് ഞങ്ങൾ ബോക്സ് ഒന്ന് ഹൈഡ് ചെയ്യുകയാണ്. ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് നെയിമും മിഡിൽ നെയിമും ഉണ്ടെങ്കിൽ ആ മിഡിൽ നെയിമും ഫസ്റ്റ് നെയിമും കൂടെ ഒരുമിച്ചാണ് കൊടുക്കേണ്ടത്. മിഡിൽ നെയിം ഇല്ലെങ്കിൽ പ്രോബ്ലം ഇല്ല, ഫസ്റ്റ് നെയിം ഗിവൺ നെയിമിൽ കൊടുക്കുക, സർനെയിമായിട്ട് തന്നെ കൊടുക്കുക. ഈ കേസിൽ പേര് ടൈപ്പ് ചെയ്തു, സർനെയിം ടൈപ്പ് ചെയ്തു. ചോദിച്ചിട്ടുണ്ട് മെയിലാണോ ഫീമെയിലാണോ ട്രാൻസ്ജെൻഡർ ആണോ, നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ കൊടുക്കുക. ഇവിടെ ഫീമെയിലാണ് കൊടുത്തു. ഏതെങ്കിലും ഇവിടെ ചോദിച്ചേക്കുന്നത് നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു പേരിൽ അറിയപ്പെടുന്നുണ്ടോ എന്നാണ്. ഉണ്ടെങ്കിൽ എസ് കൊടുക്കാം, ഇല്ലെങ്കിൽ നോ കൊടുക്കാം. ഹാവ് യു എവർ ചേഞ്ച്ഡ് യുവർ നെയിം, നിങ്ങൾ പേരെപ്പോഴെങ്കിലും മാറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉണ്ടെങ്കിൽ എസ് കൊടുക്കാം, ഇല്ലെങ്കിൽ നോ തന്നെ കൊടുക്കാം. ഡേറ്റ് ഓഫ് ബർത്ത് ചോദിച്ചിട്ടുണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾക്ക് ആദ്യം ചെയ്ത പോലെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്ത് കൊടുത്തു. ഈസ് യുവർ പ്ലേസ് ഓഫ് ബർത്ത് ഔട്ട് ഓഫ് ഇന്ത്യ, ആണോ അല്ലയോ നോക്കാം. ഇവിടെയല്ല, നോ കൊടുത്തു. അടുത്തത് ചോദിച്ചേക്കുന്നത് പ്ലേസ് ഓഫ് ബർത്ത്, ഏത് സ്റ്റേറ്റിലാണ് നിങ്ങൾ ജനിച്ചത്, കേരള സെലക്ട് ചെയ്തു. ഡിസ്ട്രിക്റ്റ് ഏതാണ്, എറണാകുളം സിറ്റി കൊടുത്തു. മാരിറ്റൽ സ്റ്റാറ്റസ്, നിങ്ങൾ വിധവയാണോ, ഡിവോഴ്സ്ഡ് ആണോ, സിംഗിൾ ആണോ, സെപ്പറേറ്റഡ് ആണോ, മാരീഡ് ആണോ, നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അടുത്തത് ചോദിച്ചേക്കുന്നത് സിറ്റിസൺ ഓഫ് ഇന്ത്യ ബൈ, നിങ്ങൾ സിറ്റിസൺഷിപ്പ് ഇന്ത്യൻ ആണെങ്കിൽ ബർത്ത് മുതലേ നിങ്ങൾ എവിടെയാണോ അതോ ഇങ്ങോട്ട് രജിസ്ട്രേഷൻ ചെയ്ത് ഇങ്ങോട്ട് വന്നതാണോ അത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഈ കേസിൽ ഇത് ബർത്ത് ബൈ ഇന്ത്യൻ ആണ്. പാൻ കാർഡും വോട്ടേഴ്സ് ഐ ഡിയും ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി. എംപ്ലോയ്മെൻറ്റ് ടൈപ്പ്, നിങ്ങൾക്ക് ഗവൺമെൻറ് എംപ്ലോയി ആണോ അതോ പ്രൈവറ്റ് ആണോ, ഹോം മേക്കർ ആണോ, അതർ ആണോ, നിങ്ങൾക്ക് റിട്ടയർഡ് ഗവൺമെൻറ് സർവൻ്റ് ആണോ, നിങ്ങൾക്ക് ഇതിൽ നിന്ന് സ്റ്റുഡൻ്റ് ആണോ, സെൽഫ് എംപ്ലോയിഡ് ആണോ, നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്ത് കൊടുത്തെടുക്കാം. ഈ കേസിൽ ഇത് പ്രൈവറ്റ് ആണ്, സോ ഞാൻ പ്രൈവറ്റ് സെലക്ട് ചെയ്ത് കൊടുത്തു. ഈസ് ഐദർ ഓഫ് യുവർ പാരൻസ് സ്പൗസ് എ ഗവൺമെൻറ് സർവൻറ്റ്, ആരെങ്കിലും ഗവൺമെൻറ്റിലുണ്ടോ എന്നുള്ള ചോദ്യമാണ്. ഇവിടെ ഇല്ല. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. 10th പാസ്ഡ് ആൻഡ് എബോവ്. ഈസ് ആപ്ലിക്കൻറ്റ് എലിജിബിൾ ഫോർ നോൺ ഈസിയർ കാറ്റഗറി, എസ് ആണ്. 10th പാസ്സായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് എസ് കൊടുക്കാം. ഇതിനു വേണ്ടി നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ആവശ്യമാണ്. അത് നമുക്ക് ലാസ്റ്റ് ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്കതും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അടുത്തതായി നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഐ എഗ്രി കൊടുക്കുക, പിന്നെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്കിവിടെ നെക്സ്റ്റ് പേജ് കാണാം. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാദറിൻ്റെ അല്ലെങ്കിൽ ലീഗൽ ഗാർഡിയൻ്റെ പേര്, അവരുടെ ഫസ്റ്റ് നെയിം, അവരുടെ സർനെയിം, നിങ്ങളുടെ അമ്മയുടെ ഫസ്റ്റ് നെയിം, സർനെയിം, പിന്നെ നിങ്ങൾക്ക് ലീഗൽ ഗാർഡിയൻ ഉണ്ടെങ്കിൽ ഇഫ് ആപ്ലിക്കബിൾ ആ ലീഗൽ ഗാർഡിയൻ്റെ പേര്, സർനെയിം, സ്പൗസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ പേര്, സർനെയിം നിങ്ങൾക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ കേസിൽ നിങ്ങൾക്ക് ഇവിടെ ഫാദറിൻ്റെ നെയിം ടൈപ്പ് ചെയ്തു, സർനെയിം ഒന്നുമില്ല. മദറിൻ്റെ നെയിം ടൈപ്പ് ചെയ്തു, സർനെയിം ടൈപ്പ് ചെയ്തു. വേറെ ലീഗൽ ഗാർഡിയൻ ഒന്നുമില്ല, എല്ലാം ടൈപ്പ് ചെയ്തു. അടുത്തത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അടുത്ത പേജിൽ വന്നിട്ടുണ്ട്. ഇവിടെ പ്രസൻറ്റ് റെസിഡൻഷ്യൽ അഡ്രസ്സാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ പേജിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ്സ് എല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഈസ് യുവർ പെർമനൻറ്റ് അഡ്രസ് ഔട്ട് ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചിട്ടുണ്ട്. എസ് ആണെങ്കിൽ എസ്, നോ ആണെങ്കിൽ നോ കൊടുക്കാം. ഇവിടെ നോ ആണ് കൊടുത്തു. ഇവിടെ നിങ്ങളുടെ അഡ്രസ്സിൽ ഹൗസ് നമ്പറും സ്ട്രീറ്റ് നെയിമും ആണ് എഴുതാൻ പറഞ്ഞേക്കണേ. സോ എൻ്റെ ഹൗസ് നമ്പറും സ്ട്രീറ്റ് നെയിമും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അടുത്തതായി ചോദിച്ചേക്കണേ നിങ്ങളുടെ വില്ലേജ്, ടൗൺ ഓർ സിറ്റി ഏതാണെന്നാണ് ചോദിച്ചേക്കണേ. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ സിറ്റി ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. സിറ്റി ടൈപ്പ് ചെയ്ത് കൊടുത്തു. സ്റ്റേറ്റ് ചോദിച്ചിട്ടുണ്ട്, സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ഡിസ്ട്രിക്ട് ചോദിച്ചിട്ടുണ്ട്, ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്തു. പോലീസ് സ്റ്റേഷൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട, നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം ഈ കേസിൽ പോലീസ് സ്റ്റേഷൻ ഞങ്ങളുടെ വരുന്നത് ഹിൽ പാലസ് ആണ്. ഹിൽ പാലസ് സെലക്ട് ചെയ്ത് കൊടുത്തു. പിൻകോഡ് ചോദിച്ചിട്ടുണ്ട്, പിൻകോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തു. പിന്നെ മൊബൈൽ നമ്പർ ചോദിച്ചിട്ടുണ്ട്, ഈ ആപ്ലിക്കൻറ്റിൻ്റെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പർ, ടെലിഫോൺ നമ്പർ ചോദിച്ചിട്ടുണ്ട്. ടെലിഫോൺ നമ്പർ മാൻഡേറ്ററി അല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി. അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇമെയിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇമെയിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഈസ് പെർമനൻറ്റ് അഡ്രസ് അവൈലബിൾ, പെർമനൻറ്റ് അഡ്രസ് അവൈലബിൾ ആണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അത് നിങ്ങൾക്ക്
എസ് കൊടുക്കാം. ഈസ് യുവർ പെർമനൻറ്റ് അഡ്രസ് സെയിം ആസ് എബോ അഡ്രസ്. പെർമനൻറ്റ് അഡ്രസ്സ് മുകളിൽ കൊടുത്തേക്കുന്ന അഡ്രസ്സുമായിട്ട് സെയിം ആണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. ആണെങ്കിൽ എസ് എന്ന് കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ നോ കൊടുത്ത് നിങ്ങൾക്ക് രണ്ടാമത്തെ പെർമനൻറ്റ് അഡ്രസ്സ് നിങ്ങൾക്ക് മാറ്റി പ്രസൻറ്റ് അഡ്രസ്സും പെർമനൻറ്റ് അഡ്രസ്സും വേറെ വേറെ കൊടുക്കാം. അത് കഴിയുമ്പോൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരു ഇത് വന്നിട്ടുണ്ട്, ഐ അഗ്രി ടു റിസീവ് SMS അപ്ഡേറ്റ്സ്. ഓക്കെ ക്ലിക്ക് ചെയ്തു. സോ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തേക്കുന്ന ഈ പാസ്പോർട്ട് ഓഫീസ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതല്ല. സോ ഓക്കെ, അപ്പോൾ പ്രസൻറ്റ് അഡ്രസ്സും പെർമനൻറ്റ് അഡ്രസ്സും നമ്മൾ സേവ് ചെയ്തു. ഇനി നിങ്ങളോട് ഇവിടെ ഒരു എമർജൻസി കോൺടാക്റ്റ് ചോദിച്ചിട്ടുണ്ട്. എമർജൻസി കോൺടാക്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിലെ ആളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെയോ കൊടുക്കാം. പോലീസ് വെരിഫിക്കേഷൻ സമയത്ത് പോലീസുകാർക്ക് നിങ്ങളെക്കുറിച്ച് വെരിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. ഇമെയിൽ അഡ്രസ് നിർബന്ധമില്ല, ടെലിഫോൺ നമ്പറും നിർബന്ധമില്ല, നെക്സ്റ്റ് നിൽക്കാം. അപ്പോൾ നമ്മുടെ എമർജൻസി കോൺടാക്റ്റും നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഐഡൻറ്റിറ്റി സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ അടുത്തൊരു ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഹാവ് യു എവർ ഹെൽഡ് ഓർ ഹോൾഡ് എനി ഐഡൻറ്റിറ്റി സർട്ടിഫിക്കറ്റ്. ഐഡൻറ്റിറ്റി സർട്ടിഫിക്കറ്റ് ഇപ്പോൾ നോർമലായിട്ട് നമ്മുടെ പാസ്പോർട്ട് എടുക്കുന്ന ഒരാൾക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇത് ടിബറ്റിനിലും അല്ലെങ്കിൽ അതർ സ്റ്റേറ്റ്ലെസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ നോയാണ് നമ്മുടെ ആൻസർ. ഡീറ്റെയിൽസ് ഓഫ് പ്രീവിയസ് കറൻറ്റ് ഒഫീഷ്യൽ പാസ്പോർട്ട്. വേറെ ഏതെങ്കിലും പാസ്പോർട്ട് നിങ്ങൾക്കുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതിനു മുമ്പ് നിങ്ങൾക്ക് പാസ്പോർട്ട് ഉണ്ടെങ്കിലോ അതിൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് എസ് കൊടുക്കാം. ഈ കേസിൽ നോയാണ്. ഹാവ് യു എവർ അപ്ലൈഡ് ഫോർ പാസ്പോർട്ട് ബട്ട് നോട്ട് ഇഷ്യൂഡ്. ഇതിനു മുമ്പ് നിങ്ങൾ എപ്പോഴെങ്കിലും പാസ്പോർട്ടിന് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യാതിരുന്ന സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ എസ് കൊടുക്കാം. ഈ കേസിൽ നോയാണ്. അപ്പം ഞാൻ നോ ക്ലിക്ക് ചെയ്തു. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങളോട് നിങ്ങളുടെ പാസ്റ്റ് ഹിസ്റ്ററിയെക്കുറിച്ച് കുറേ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വായിച്ചു നോക്കി ഇതിന് ആൻസർ കൊടുക്കാവുന്നതാണ്. ഇത് നോർമലായിട്ടുള്ള ഒരു കേസിലോ അല്ലെങ്കിൽ ഒന്നിലും പെടാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ കൊടുക്കാൻ പോകുന്ന ഓപ്ഷൻസ് ഇവിടെ കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ പേരിൽ എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ ഇത് വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം എസ് ഓർ നോ കൊടുക്കുക. അപ്പോൾ ഇവിടെ എൻ്റെ ആൻസർ എല്ലാം കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ പേരിൽ യാതൊരു കേസും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ആൻസേഴ്സ് ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്കിത് വായിച്ചു നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ആപ്റ്റായ ഇത് ആൻസർ എസ് ഓർ നോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ ഒരു പ്രിവ്യൂ ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ സർനെയിം, നിങ്ങളുടെ ഗിവൺ നെയിം, നിങ്ങളുടെ നാഷണാലിറ്റി, നിങ്ങളുടെ സെക്സ്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ പ്ലേസ് ഓഫ് ബർത്ത് എല്ലാം നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യാം. പിന്നെ നിങ്ങളുടെ അഡ്രസ്സും നിങ്ങളുടെ ബാക്കി ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്കിവിടെ ഫാദറിൻ്റെ പേര്, മദറിൻ്റെ പേര്, സ്പൗസിൻ്റെ പേര് എല്ലാം നിങ്ങൾക്കിവിടെ ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഈ ക്ലിക്ക് പ്രിവ്യൂ ബാക്കിലേക്ക് പോയി നിങ്ങൾക്ക് ഈ മുകളിൽ കൊടുത്തേക്കുന്ന ഡേറ്റ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ഇവിടെ തന്നിരിക്കുന്ന എല്ലാ ഡേറ്റയും കറക്റ്റാണ് എന്ന് ശരിക്കും ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്കും ഇവിടെ നിങ്ങൾക്ക് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാനുള്ളൊരു സെഷനാണ് തന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് പ്രൂഫ് ഓഫ് ബർത്തിന് വേണ്ടി ഒരു ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. പാൻ കാർഡ് അല്ലെങ്കിൽ ഇലക്ഷൻ ഫോട്ടോ ID നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാം. ഈ കേസിൽ ഞാൻ പാൻ കാർഡാണ് അപ്ലോഡ് ചെയ്യുന്നത്. സെലക്ട് ചെയ്ത് കൊടുത്തു. അടുത്തതായി പ്രൂഫ് ഓഫ് പ്രസൻറ്റ് റെസിഡൻഷ്യൽ അഡ്രസ്. അതിനുവേണ്ടി നമുക്ക് ആധാർ കാർഡ് കൊടുക്കാം. അത് കഴിഞ്ഞ് ഇവിടെ നിങ്ങളോട് പ്ലേസും ഡേറ്റും ചോദിച്ചിട്ടുണ്ട്. പ്ലേസും ഡേറ്റും നിങ്ങൾക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. പ്ലേസ് ഇവിടെ എൻ്റർ ചെയ്തു. ഡേറ്റ് ഓൾറെഡി എൻ്റേർഡ് ആണ്. ഐ അഗ്രി കൊടുത്തു. റിവ്യൂ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് അതിന് മുമ്പ് ഒരു ഡയലോഗ് ബോക്സിൽ പറഞ്ഞു സേവ് മൈ ഡീറ്റെയിൽസ് കൊടുക്കുക. ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്തതിന് ശേഷം സേവ് മൈ ഡീറ്റെയിൽസ് കൊടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം പ്രിവ്യൂ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ പാസ്പോർട്ട് ആപ്ലിക്കേഷൻ ഫോം ഓപ്പണായി വന്നിട്ടുണ്ട്. നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് എല്ലാം വായിച്ചു നോക്കാം, സ്പെല്ലിംഗ് ചെക്ക് ചെയ്യാം. നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ, നിങ്ങളുടെ മൊബൈൽ നമ്പർ, അഡ്രസ്സ്, നിങ്ങൾ എമർജൻസി കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തേക്കുന്നത് എല്ലാം നിങ്ങൾക്ക് ഇവിടെ വായിച്ചു നോക്കാം. വായിച്ചു നോക്കി എന്തെങ്കിലും മിസ്റ്റേക്ക് കാണുവാണെങ്കിൽ ഇവിടെ ക്ലോസ് ചെയ്ത് തിരിച്ച് പുറത്ത് ഈ ഫോമിൽ നിന്ന് പുറത്ത് ചെന്ന് പ്രിവ്യൂ അടിച്ച് ബാക്കിൽ ചെന്ന് നിങ്ങൾക്ക് വേണ്ട കറക്ഷൻ ചെയ്തിട്ട് തിരിച്ച് വന്ന് ഒന്നും കൂടെ നിങ്ങൾക്ക് ഈ ഡേറ്റ എടുത്ത് നോക്കാം. ഇവിടെ എല്ലാം കറക്റ്റ് ആണെങ്കിൽ പ്രിൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഈ പേജിൻ്റെ ഒരു പ്രിൻ്റ് എടുക്കുക. ഈ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് എടുത്ത് സേവ് ചെയ്ത് വെക്കുക. അതിനുശേഷം ക്ലോസ് കൊടുക്കുക. ഇവിടെ അപ്പോൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് യുവർ ആപ്ലിക്കേഷൻ ഹാസ് സക്സസ്ഫുള്ളി സേവ്ഡ്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ സേവ് ആയിട്ടുണ്ട്. ഡേറ്റും പ്ലേസും കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽസ് എല്ലാം ഒന്നും കൂടെ വായിച്ചു നോക്കുക. പ്രിവ്യൂ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതാണ്. പ്രിവ്യൂവിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ
പ്രീവിയസ് പേജിലേക്ക് പോയി ഇവിടെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാം ചെയ്തതിന് ശേഷം ക്ലിക്ക് ഓൺ സബ്മിറ്റ്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് പേ ആൻഡ് ഷെഡ്യൂൾ അപ്പോയിൻമെൻറ്റ് ചെയ്യാം. നിങ്ങളുടെ ആപ്ലിക്കേഷൻ റെഫറൻസ് നമ്പർ ഇവിടെയുണ്ട്. അത് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചേക്കുന്ന നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ റിവ്യൂവിൽ നമ്മൾ കണ്ട ആപ്ലിക്കേഷൻ ഫോമിലും നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പേ ആൻഡ് ഷെഡ്യൂൾ അപ്പോയിൻമെൻറ്റ് നിങ്ങൾക്ക് ഇവിടെ ചെയ്യാം. പ്രിൻ്റ് ആപ്ലിക്കേഷൻ റെസിപ്റ്റ് നിങ്ങൾക്കിവിടെ പേ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇവിടെ വന്ന് പ്രിൻ്റ് ചെയ്യാം. അതിനുശേഷം ഈ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് നമ്മളിപ്പോൾ ആദ്യം കൊടുത്ത ആധാർ കാർഡും വോട്ടേഴ്സ് ഐ ഡിയും എല്ലാം നിങ്ങൾക്കിവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കിനി അടുത്തത് പേയ്മെൻറ്റ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ക്ലിക്ക് ഓൺ പേ ആൻഡ് ഷെഡ്യൂൾ അപ്പോയിൻമെൻറ്റ് ക്ലിക്ക് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഓൺലൈൻ പേയ്മെൻറ്റിന് വേണ്ടി ക്ലിക്ക് ചെയ്തു. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഷെഡ്യൂൾ അപ്പോയിൻമെൻറ്റ് എന്ന് പറഞ്ഞൊരു പേജ് ഓപ്പണായി വന്നിട്ടുണ്ട്. ഇവിടെ കാണിച്ചിരിക്കുന്നത് യു ഹാവ് നോട്ട് ടേക്കൻ ആൻ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, നിങ്ങളുടെ ഗിവൻ നെയിം, സർനെയിം, ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം ഇവിടെ കാണാം. ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിവിടെ ആപ്ലിക്കേഷൻ റെഫറൻസ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ലൊക്കേഷൻ, നിങ്ങളുടെ ഏത് പാസ്പോർട്ട് ഓഫീസിൻ്റെ ലൊക്കേഷനിലാണ് നിങ്ങൾ വരുന്നതെന്ന് ഉള്ള ലൊക്കേഷൻ സെലക്ട് ചെയ്യാൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞങ്ങൾക്കിവിടെ അടുത്തുള്ളത് തൃപ്പൂണിത്തുറയാണ്. ഞാൻ തൃപ്പൂണിത്തുറ സെലക്ട് ചെയ്തു. ശേഷം ഇവിടെ അപ്പോയിൻമെൻറ്റ് ഇവിടെ ഡേറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഏത് തൃപ്പൂണിത്തുറയിൽ 11/3/2024 അടുത്ത ആപ്ലിക്കേഷൻ അവൈലബിലിറ്റി ഉള്ളത്. ഇവിടെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഡേറ്റുകളിൽ ഏതെങ്കിലുമാണ് നമുക്കിവിടെ ആപ്ലിക്കേഷൻ മീൻസ് നമുക്കിവിടെ പാസ്പോർട്ട് ഓഫീസിൽ കൊടുക്കാൻ പറ്റുകയുള്ളൂ. സോ ഇവിടെ ഞാൻ കൊടുത്തേക്കുന്ന PSKയിൽ 11/3/2024 അടുത്ത ഡേറ്റ് ഉള്ളത്. സോ ആ ഡേറ്റിലാണ് അവിടെ ചെല്ലേണ്ടത്. സോ ഇവിടെ നമുക്ക് ക്യാപ്ചർ എൻ്റർ ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പേ ആൻഡ് ബുക്ക് അപ്പോയിൻമെൻറ്റിൻ്റെ ഒരു പേജ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. പേയ്മെൻറ്റ് ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് റീഫണ്ട് ഉണ്ടായിരിക്കുന്നതല്ല. ഒരു പ്രാവശ്യം പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, അല്ലാണ്ട് വേറെ പേയ്മെൻ്റ് ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കൊടുത്തേക്കുന്ന ട്രാൻസാക്ഷൻ്റെ ബാക്കി ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഒക്കെ വെച്ച് ചെയ്യുന്ന ഓൺലൈൻ പേയ്മെൻറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നിട്ടുണ്ട്. നിങ്ങൾക്കിതെല്ലാം വായിച്ചു നോക്കാവുന്നതാണ്. അപ്പോൾ 1500 രൂപയാണ് ഇതിൻ്റെ പേയ്മെൻറ്റ് ചാർജ് വരുന്നത്. സോ ആ 1500 രൂപ നിങ്ങൾക്ക് ഓൺലൈനിൽ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഉപയോഗിച്ച് നിങ്ങൾക്ക് പേ ചെയ്യാം. ഏർലിയസ്റ്റ് അപ്പോയിൻമെൻറ്റ് ഡേറ്റ് അവരിവിടെ പറഞ്ഞിട്ടുണ്ട് 11/3/2024. നിങ്ങൾക്ക് ഈ കലണ്ടറിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു ഡേറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനപ്പോൾ 11 തന്നെ സെലക്ട് ചെയ്തു. അതിനുശേഷം പേ ആൻഡ് ബുക്ക് അപ്പോയിൻമെൻറ്റ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് ട്രാക്ക് പേയ്മെൻറ്റ് സ്റ്റാറ്റസ് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാം. പേയ്മെൻറ്റ് ആൻഡ് അപ്പോയിൻമെൻറ്റിനെ കുറിച്ച് ബാക്കി കാര്യങ്ങളും പേ ആൻഡ് ഷെഡ്യൂൾ എല്ലാം നിങ്ങൾക്ക് അവിടെ പോയി ട്രാക്ക് ചെയ്യാവുന്നതാണ്. സോ ഓക്കെ അണ്ടർസ്റ്റുഡ് കൊടുക്കുക. നിങ്ങൾക്ക് പേയ്മെൻറ്റിൻ്റെ ഒരു ഇൻ്റർഫേസ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ UPI വെച്ച് ചെയ്യാം, ക്രെഡിറ്റ് കാർഡ് വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഡെബിറ്റ് കാർഡ്സ് വെച്ച് ചെയ്യാം, സ്റ്റേറ്റ് ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡ് വെച്ച് ചെയ്യാം, അതർ ബാങ്കിങ് നെറ്റ് ബാങ്കിങ് വെച്ച് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഏതാണെന്ന് വെച്ചാൽ അത് വെച്ച് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഷെഡ്യൂൾ അപ്പോയിൻമെൻറ്റിന് യുവർ പേയ്മെൻറ്റ് ഹാസ് ബീൻ ഡൺ സക്സസ്ഫുള്ളി. സോ ഇവിടെ ഷെഡ്യൂൾ അപ്പോയിൻമെൻറ്റിൽ ചെറിയൊരു എറർ വന്നിട്ടുണ്ട്. സോ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആണ്, പക്ഷേ അപ്പോയിൻമെൻറ്റ് ഒന്നും കൂടി എടുക്കണം. സോ ഈ ഒരു പേജിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. നിങ്ങളുടെ ട്രാൻസാക്ഷൻ ID എല്ലാം ഉള്ളതാണ്. സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ആപ്ലിക്കൻ്റ് ഹോമിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ അപ്പോയിൻമെൻറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വ്യൂ സേവ്ഡ് ആപ്ലിക്കേഷൻസിൽ വരിക. അവിടെ നിന്ന് നിങ്ങൾക്ക് ഒന്നും കൂടെ അപ്പോയിൻമെൻറ്റ് ഡേറ്റ് എടുക്കാൻ പറ്റുന്നതാണ്. സോ എൻ്റെ ഈ ഒരു പ്രൊഫൈലിൽ വന്ന മിസ്റ്റേക്ക്, ആ ഡേറ്റ് ഞാൻ ഒന്നും കൂടെ സെലക്ട് ചെയ്തു. സോ ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് അപ്പോയിൻമെൻറ്റ് അപ്രൂവ്ഡ് ആയിട്ടുണ്ട്. അപ്പോയിൻമെൻറ്റ് ഹാസ് ബീൻ ബുക്ക്ഡ് സക്സസ്ഫുള്ളി. അപ്പോയിൻമെൻറ്റ് നമ്പർ ഇവിടെ തന്നിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു SMS വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് പ്രിൻ്റ് ആപ്ലിക്കേഷൻ റെസിപ്റ്റ് എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഇവിടെ പ്രിൻ്റ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ വെക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് വന്ന SMS നിങ്ങളുടെ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ കൊണ്ടുപോയി കാണിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഒരു വെരിഫിക്കേഷൻ പോലെ അത് ഇനഫാണ്. സോ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കത് വായിച്ചു നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ പ്രിൻറ്റും ചെയ്ത് കയ്യിൽ സൂക്ഷിക്കാം. സോ പ്രിൻ്റ് ആപ്ലിക്കേഷൻ റെസിപ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജാണ് കിട്ടുന്നത്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ മുകളിൽ കൊടുത്ത ഡേറ്റാസ് എല്ലാം കിടക്കുന്നുണ്ട്. നിങ്ങൾക്കിതെല്ലാം വായിച്ചു നോക്കാം.
ഗെറ്റ് അപ്പോയിൻമെൻറ്റ് SMS നിങ്ങൾക്ക് ആദ്യം അയച്ച SMS കിട്ടിയില്ലെങ്കിൽ ഒന്നും കൂടെ നിങ്ങൾക്ക് ഗെറ്റ് അപ്പോയിൻമെൻറ്റ് SMS ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആ SMS നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു പ്രാവശ്യം കൂടെ അയക്കുന്നതാണ്. അല്ലെങ്കിൽ പ്രിൻ്റ് ആപ്ലിക്കേഷൻ റെസിപ്റ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഈ ഒരു പേജിൻ്റെ പ്രിൻ്റ് എടുത്ത് കയ്യിൽ കൊണ്ടുപോകാം. ഇതിൽ നിങ്ങൾക്ക് ഏത് ദിവസം എത്ര മണിക്കാണ് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ എത്തേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ റിപ്പോർട്ടിംഗ് ടൈം പറഞ്ഞിട്ടുണ്ട്. ഏത് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിലാണ് വരേണ്ടത് എന്നുള്ളതിൻ്റെ അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഈ അഡ്രസ്സിൽ ഈ ടൈം ആകുമ്പോൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. സോ അന്നേരം ഈ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾ കയ്യിൽ കൊണ്ടുപോകേണ്ടതാണ്. ഇനി നമുക്ക് ഡേറ്റ അപ്ലോഡ് ചെയ്യാം. അതിനായി വ്യൂ സേവ്ഡ് ഓർ സബ്മിറ്റഡ് ആപ്ലിക്കേഷൻസിൽ ക്ലിക്ക് ചെയ്യുക. പേയ്മെൻറ്റ് ചെയ്ത് സക്സസ്ഫുൾ ആയ ഒരു സബ്മിഷൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതിൻ്റെയാണോ ഡീറ്റെയിൽസ് വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് റീഷെഡ്യൂൾ ചെയ്യാനും ഇനി ഷെഡ്യൂൾ ചെയ്യാനും എന്ത് ചെയ്യണമെങ്കിലും ഇവിടെ പറ്റും. ട്രാക്ക് പേയ്മെൻറ്റ് സ്റ്റാറ്റസ് നിങ്ങൾക്ക് ഇവിടെ പറ്റും. അപ്പോയിൻമെൻറ്റ് ഹിസ്റ്ററി എടുക്കാൻ നിങ്ങൾക്ക് ഇവിടെ പറ്റും. റെസിപ്റ്റ് പേയ്മെൻറ്റിൻ്റെ റെസിപ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിവിടെ കിട്ടുന്നതാണ്. ആപ്ലിക്കേഷനിൽ വ്യൂ ആൻഡ് പ്രിൻറ്റ് സബ്മിറ്റഡ് ഫോം, നിങ്ങൾ സബ്മിറ്റ് ചെയ്ത ഫോം നിങ്ങൾക്ക് വ്യൂ ചെയ്യണമെങ്കിലോ പ്രിൻ്റ് ചെയ്യണമെങ്കിലോ ഇവിടെ ക്ലിക്ക് ചെയ്യാം. അപ്ലോഡ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ഇവിടെ ചെയ്യാം. പിന്നെ പ്രിൻ്റ് ആപ്ലിക്കേഷൻ റെസിപ്റ്റ്, പ്രിൻ്റ് NOC ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ പറ്റും. സോ ഇവിടെ നമുക്ക് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ അപ്ലോഡ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് എന്ന പേജ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആദ്യം അഡ്രസ് പ്രൂഫ് പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ്, ഇത് രണ്ടുമാണ് നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ളത്. നോൺ ECR പ്രൂഫ് നമുക്ക് അപ്ലോഡ് ചെയ്യാനുണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫാണ് ആദ്യം കൊടുക്കേണ്ടത്. ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫായിട്ട് ഞാൻ കൊടുത്തേക്കുന്നത് വോട്ടേഴ്സ് ID ആണ്. സോ വോട്ടേഴ്സ് IDയുടെ PDF ഫോർമാറ്റിലുള്ള ഡോക്യുമെൻ്റാണ് നമുക്കിവിടെ വേണ്ടത്. വോട്ടേഴ്സ് IDയുടെ PDF ഫോർമാറ്റിലുള്ള ഫയൽ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാം ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫിനും വോട്ടേഴ്സ് ID അപ്ലോഡഡ് ആയിട്ടുണ്ട്. അടുത്തത് അഡ്രസ് പ്രൂഫിനുള്ളതാണ്. അഡ്രസ് പ്രൂഫിനായിട്ട് നമ്മുടെ ആധാർ കാർഡ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ആധാർ കാർഡ് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് അഡ്രസ് പ്രൂഫ് ആധാർ കാർഡ് അപ്ലോഡഡ് എന്ന് കാണാം. ഇനി നോൺ ECR പ്രൂഫ് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മെട്രിക്കുലറേഷൻ ഓർ ഹയർ എഡ്യൂക്കേഷൻ പാസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. SSLC ബുക്ക് നിങ്ങൾക്കിവിടെ 1 MB താഴെയുള്ള ഫയലാണ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. സോ SSLC ബുക്കിൻ്റെ കംപ്രസ്ഡ് വേർഷൻ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. സോ നോ ECR പ്രൂഫും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഇനി നിങ്ങൾക്ക് ബാക്ക് ടു വ്യൂ സബ്മിറ്റഡ് ആപ്ലിക്കേഷൻ കൊടുക്കാം. നിങ്ങൾക്ക് നോക്കാം നിങ്ങളുടെ 3 പ്രൂഫ് നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ താങ്ക് യു.